പറഞ്ഞിട്ട് എന്തേ കിട്ടിയാ ചൂണ്ടയില് ഇപ്പൊ ഇവിടെ ഷമീർ ആരാ? താഴെ നിൽക്കുന്നത് വെള്ളത്തിൽ അല്ലല്ല അല്ലല്ല വേണ്ടി വേണ്ടി ഇതെന്ത് വെള്ളത്തിലുള്ളതാണോ? അല്ല ഇവിടെയാണുള്ളതാണോ? ഷർവാണി അതല്ലാത്ത അല്ലേ? ഹലോ ഷമീർ ഷമീറ കൈപ്പൊക്ക്. ഷമീറ ഇതാണോ ഷമീർ? ഡബിളാ ഈ ഷെർവാണി ഇട്ടതാരാ? ഞാൻ അജ്മല്. അജ്മലാ? ആ പുതിയതാണോ സിറ്റിയിലെ ബ്രോ? ആ അത് പുതിയതാ ഇത് അതെ എന്തുവാടി? ഇന്നലെ വന്നതാ. ഞാൻ ഇന്നലെ വന്നതാ. എന്താ പരിപാടി? ഞാൻ മോനെ എന്റെ സൗണ്ട് ഇങ്ങനല്ല. ആ ഷമി ആ ഉമ്മ തരാം, വാ ഇങ്ങോട്ടോ. സെറ്റ് നിക്കടാ, ഞാനാണ് നായിന്റെ മോനെ. നീ ഉമ്മ തരാന്ന് പറയുമ്പോ നീ എപ്പാട് പോന്നാ. ഉമ്മ ഇട്ട താര ഞാനാണ് ഷമീർ. വാ എനിക്ക് ഡൗട്ട് വന്നതാ, അതുകൊണ്ടാ. ആ വാ 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 ഉമ്മ വാ അതെനിക്കാതെ വാ ഉമ്മ. കൊടുക്കണ്ടല്ലോ. ഇല്ല എനിക്ക് കൊടുക്കുന്നില്ല. അതെന്ത് പരിപാടി? കട ബീരാനല്ല ഉമ്മയും അങ്ക് ചവിട്ടുവാ. ബീരാണോ? അല്ല അത് ഷമീറാണെന്നാണല്ലോ ഒന്നല്ല, പറയുന്നത്. ഞാനാണ് ഷമീർ. ഇത് അന്റെ അവരെ ബീരാൻ. ആ ഇത് പിടിക്കാനാണ്. എന്ത് പിടിക്കാൻ? ഇല്ല ഇല്ല ഞാനിവിടെ ഇവിടെ ഇവിടെ ഒതുക്കിന്റെ മുട്ടല്ലേ. ഇത് കൊറേ നേരം ആയല്ലോ ചൂണ്ടെടുത്ത്. അതേ കിട്ടിയാ? ഒരു പരിപാടി ഇല്ല എന്നിട്ട് ഇവിടെ മംഗലത്തിന് വരണ്ട, ഈ ഡ്രസ്സിൽ വരണ്ട കേട്ടാ. ചെലപ്പോ ഇട്ട് പോയിരിക്കും. എടേ അപ്പോഴാണ് മറ്റേ ഇപ്പൊ കത്തിപ്പോന്ന് വിചാരിച്ചോണ്ട് പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നതാ. അങ്ങനെ നിന്നാ ആ നന്നായി. ഞാനും അവിടെ കത്തിപ്പോന്ന് വിചാരിച്ചു ഇല്ല ഇങ്ങോട്ട് ഓടി വന്നതാ. ബീരാനെ നമുക്ക് അങ്ങോട്ടേക്ക് വിട്ടാലോ? ഓ അവിടെ കത്തലാണ്. ടക്കായി പറഞ്ഞ ശരിയാ. നീ എന്താ ഈ ഡ്രസ് ഇട്ടേക്കുന്നേ? അല്ല നമുക്കൊന്ന് കേറി ഇറങ്ങാം, കത്തോ ഇല്ലയോ നോക്കാം. ഞാന് മംഗലത്തിന് പോകുന്നല്ലേ, അതുകൊണ്ട്. നീ എന്താണ് ആലാലായ ഡ്രസ് അല്ലാണ്ട് അപ്പൊ ഈ ഇങ്ങനത്തെ dress ഇട്ടിട്ട്? ഫിറോസേ, ഏത് ഒരു ഞാൻ മംഗലത്തിനല്ല നമ്മള് ചുമ്മാ പോകുന്നത്. ഡ്രസ്സ് മാറ്റുമ്പോൾ അപ്പാപ്പൻ അവിടെ ഉണ്ടായിരുന്നു. ആ കൂടെ വാ നമുക്ക് കല്യാണത്തിന് പോവാമെന്ന് പറഞ്ഞപ്പോ ഞാൻ പോയതാ. ആ കല്യാണത്തിന് വേണ്ടി ഇട്ടതല്ല ഈ ഡ്രസ്. ഓക്കെ, നമുക്ക് അവിടെ പോയി നോക്കാം. കല്യാണത്തിനൊന്ന് പോയി നോക്കാം. വാ എടാ അവിടെ ബീരാനെ ഫുൾ വണ്ടി കത്തലാടാ. 30 PL FPS ഡ്രോപ്പ് ഉണ്ട്. ആണോ? എന്നാ പിന്നെ എന്താ ചെയ്യാ, ഒരു മിനിറ്റ് ടക്കായിനെ വിളിക്കട്ടെ. ഓൾറെഡി എല്ലാരും കത്തിപ്പോയതാ. അപ്പത്തേക്ക് ഞാൻ ഓടി വന്നു ഇങ്ങോട്ട്. എന്നാ ടക്കായിനെ വിളിക്കട്ടെ. അല്ലെങ്കിൽ അപ്പാപ്പനെ ഒന്ന് വിളിച്ചു നോക്ക്. അപ്പാപ്പനെടെ പറഞ്ഞ പോലെ. അപ്പാപ്പൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അവരെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നതാ. നിക്ക് അപ്പാപ്പന്റെ നമ്പർ ഇല്ലല്ലോ എന്റെ കയ്യില്. ഒന്ന് അപ്പാപ്പന്റെ നമ്പർ പറഞ്ഞേ. എവിടെ അപ്പാപ്പന്റെ നമ്പർ പറ. കിസ് ചോദിക്കാൻ ഇപ്പൊ തന്നെ കേറി ചോദിക്കാനൊന്നും പറ്റൂല. എന്താണിത്? ഒരു ഇതില്ലേ അതിന്? അപ്പാപ്പന്റെ നമ്പർ ഇല്ലല്ലോ. ഇവൻ കൊറേ നേരം ആയല്ല ചൂണ്ടിടുന്ന. നമ്പർ ഇല്ലേ? അപ്പാപ്പന്റെ പേര് അപ്പാപ്പൻ തന്നെയാണോ? പിന്നെന്ത് സുൽത്താനോ? ചില ആൾക്കാരുടെ പേരൊക്കെ ഡിഫറെന്റ് ആണല്ലോ. ആ അത് ശരിയാണ്. ഞാനും അപ്പാപ്പന്റെ പേര് തപ്പുന്നു. മത്തായി മാറ്റാണോ? അപ്പാപ്പനില്ല. ഉറപ്പാണോ? ടക്കായി ഡ്രസ് ഷോപ്പിലാ. ആ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജെയോ? ആ ജെ എവിടെയാ? ജെ എവിടെ? ഞാൻ 3058 അല്ല 28. 3028 അവിടെ കല്യാണത്തിനോ? ആ അവിടെ കത്തലുണ്ടോ? നമ്മള് 3022 കത്തലുണ്ടോന്ന് ചോദിച്ചുണ്ട്. നീ കത്തിയോ? അങ്ങനെയല്ല, ഭയങ്കര ഇതുണ്ട്, സ്റ്റക്ക് മീൻസ് FPS ഡ്രോപ്പ് ഉണ്ട്. ആ അല്ലാണ്ട് വേറെ സീനൊന്നും ഇല്ലല്ലോ. വേറെ സീനില്ല, അത് കുറച്ച് കുറവാണ് കത്തിപ്പോ. അറിയില്ല, വാ ഷിമൽക്ക വാങ്ങിക്കോളൂ. ഓക്കെ ബീരാനെ, നമുക്കൊന്ന് കല്യാണത്തിനൊന്ന് പോയിട്ട് പോയി നോക്കിട്ട് വരാം. വലിയ സീനൊന്നും ഇല്ലാന്നാ പറഞ്ഞത്. പോയിട്ട് വരാമേ ബ്രോ. ഇത് എന്താണ് ചൂണ്ടക്കാരാ, പോയിട്ട് വരാട്ടാ. എടാ എന്താ പേരെന്ന്? പാപ്പയാണോ? പാപ്പി പാപ്പി.
ഓക്കെ പാപ്പി ഓക്കെ പാപ്പി Nice to meet you, bro. പാപ്പിച്ചു കൊള്ളോ പിച്ച വെള്ളം അതെ 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 ഓക്കെ ബാ എൻജോയ് എൻജോയ് ടാറ്റാ. ഹാവ് എ നൈസ് ഡേ You too. കണ്ണാടിപ്പുഴയിലെ ഓ കേറിക്കോ വരും കേറിയോ ആ കേറി 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 ഇവിടന്നേ കത്തല അയ്യോ ഇത് ഞാനാണ് ഓടിക്കുന്നല്ലോ എടാ കത്തി അല്ല, പോവട്ടോ അല്ല, അങ്ങോട്ട് അല്ല. പോയാൽ ഉറപ്പായിട്ട്. ഉറപ്പാ കത്തും അല്ല ചെറിയ ഡ്രോപ്പ് ഉണ്ടെന്നേ പറയുന്നുള്ളൂ കത്തൂന്ന് പറയുന്നില്ല എന്നാലും നമുക്കൊന്ന് കേറിയിട്ടൊന്ന് നോക്കിക്കോടെ കേറി വേണ്ട ആ ഇത് വേണ്ട വേണ്ടെന്ന് തോന്നല്ലേ ആ ഇത് ഇവിടെ ഉള്ള പുറത്തുള്ള ആൾക്കാരോട് സംസാരിക്കാം ആ നമുക്ക് അതെവിടെ ഇവിടെ എന്താ പാട്ടേക്കണ് വാ താര താര എവിടെ വാ ഷെമീറേ വാ ആ വരാം വരാം താര ഒരു മിനിറ്റ് ഉം. വാ മെല്ലെ നടന്നു പോവാം അപ്പാവൻ എല്ലാ അകത്തുണ്ട് സ്ഥലത്തും ആ വാ അപ്പാവന് ഫുൾ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ ആണോ ഏയ് ആരോ കൊന്നെന്റെ ആരത് അതാണ് ജെന്റിൽമാൻ മനസ്സിലായോ? യെസ് യെസ് ഐ ആം നിന്റെ മുഖത്തിനെന്ത് പറ്റി സൂപ്പർ. താര വരൂ ബീരാൻ കൊറേ അതെ എത്തി ഷെമീർക്ക ആ അല്ല ഇതല്ലല്ലോ സ്ഥലം. ഇതെല്ലാം കല്യാണം ഇവിടെ നേരത്തെ വന്നപ്പോ വേറെ ആയിരുന്നല്ലോ. അത് പെട്ടെന്ന് വരെന്തോ ചെയ്തു ഹലോ വേറെ അവിടെ പോയ ഫ്രീ ഫുഡ് ഉണ്ട് എത്ര വേണേലും കിട്ടും മാറി മാറി ഇവിടെ ഇതാണ് എന്നെ പോലെ ഷർവാണി ഇട്ടിട്ട് ഹായ് ബ്രോ നീല ഷർവാണി അല്ല ഇത് എല്ലാരും ഇട്ടിട്ടുണ്ട് ബ്രോ. ഷർവാണി അല്ലേ പിന്നെ ആ ചെറുക്കന്റെ വീട്ടുകാരല്ലേ സർവാണി കണ്ടല്ലോ എനിക്ക് ആ ഞാൻ എന്നാ ചെറുക്കൻ്റെ അപ്പാപ്പോ ഓക്കെ ആ എവിടെ ലോങ് ടൈം നോസി നീ ഉണ്ടോ ഇവിടെ? തൈലം വാങ്ങി തരുള്ളി നീ ഇപ്പൊ ഇയാളുടെ കൂടെയാണോ? ഇവര് രണ്ടും ഒരുപോലെ ബുള്ളുണ്ടോ ഇതെന്താ എല്ലാരും ഉണ്ടല്ലോ നമുക്ക് ഇപ്പൊ അറിയണം ഇത് ഇരട്ടയാണോ അല്ലേ ഇരട്ടല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ അല്ലല്ല ഞാൻ മുതുക്കില് നിക്കുമ്പോ ഇവനെ കണ്ടുമുട്ടിയതാണ് ഞാൻ പറഞ്ഞു ഇവനോട് ലുക്ക് മാറ്റാൻ വേണ്ടി പറഞ്ഞു ഇത് എന്റെ അവനെ പോലെയുള്ളത് എന്റെ മോനാണോ എല്ലാം ചോദിക്കുന്നത് മോനാണോ മോനല്ല അക്കതിനുള്ള ഇതില്ലല്ലോ നിനക്കറിയാലോ പിള്ളേർ ആ പറഞ്ഞോ എന്താണ് So if it's a Papa Pani, what did you say? If it's a female, you call them Shuttumani. If it's a male, you call them Mottamani. മൊട്ടമണിയല്ല മുട്ടുമണിയാണോ മുട്ടമണിയാണോ ഓക്കെ then call me മുട്ടമണി Okay, Muttamani. ആ ഓക്കെ Sorry. ഇവിടെ ഭയങ്കര ഇതുണ്ട് Accident. അതാ എനിക്ക് തോന്നുന്നു അല്ല ഇത് കൊടുത്തു കല്യാണ പെണ്ണ് കൊടുത്തു പുള്ളേ വിഷ് ചെയ്തിട്ട് വരാം താര വരൂ വിഷ് ചെയ്തിട്ട് വരാലോ താര സെക്കൻഡ് ടൈമാ. ബീരാനെ വിഷ് ചെയ്തിട്ട് വരാലോ ഹായ് കല്യാണ പെണ്ണെ ഹലോ കല്യാണ പെണ്ണെ കേൾക്കുന്നുണ്ടോ കല്യാണ പെണ്ണ് കേൾക്കുന്നുണ്ടോ ആ എന്താ കല്യാണ പെണ്ണിന്റെ പേരെന്താ ശ്രേയ ഓക്കെ ഹാപ്പി മാരേജ് ലൈഫ് ഭർത്താവിന്റെ പേരെന്താ പറഞ്ഞോ വേലായുധനോ വേലായുധ കൺഗ്രാജുലേഷൻ സെക്കൻഡ് മാരേജ് നല്ലൊരു കുടുംബജീവിതമാകട്ടെ. ബാലനാണോ ബാലൻ ബ്രോ
നീല ഫോട്ടോ എടുക്കണ്ടാ നീല ബാലൻ ബ്രോ ബാലൻ നടുക്ക് നിൽക്കും. നമ്മള് സ്വന്തം ആളാ. ഇതേടെ വെയിറ്റ് കാണുന്നില്ലല്ലോ. നമ്മുടെ ബാലൻ നീല ബ്രോ വാടാ ഫോട്ടോ എടുക്കുക അവര് വിളി CD ബാലൻ ബ്രോ കേൾക്കുന്നുണ്ടോ? ബാലന് അത് കുട്ടിയാ. നീലിനെ കൊടുക്കുന്ന നാളെ വന്നു വേഗം പാടാ നീല ഫോട്ടോ എടുക്കുക വാടാ, വേഗം വാടാ. ബീരാനെ എനിക്ക് ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? ഫോട്ടോ എവിടെ നിക്കണേ? പക്ഷെ ആ നിന്നെ കണ്ടു. അപ്പൊ കണ്ടപ്പോ ഞാൻ ചോദിക്കല്ലേ. കുട്ടി കൺഗ്രാറ്റുലേഷൻസ് എല്ലാം അല്ല ഗേൾഫ്രണ്ട് പോയാ അതാ ഞാൻ നോക്കുന്നത്. ഇത് ആരും കാണുന്നില്ല. അതായത് ഭൂമിക്ക് അടിക്കൂടെ നീന്തി ഇതെവിടെ താര ബ്ലൂ താരനെ കണ്ടോ? താര എവിടെ നീ? താര കണ്ടു. എവിടെ എവിടെ താര went there. അവിടെ എവിടെ എന്തോരടി എവിടെ ഉണ്ട്? നീ എന്താ ഒറ്റക്ക് നിക്കുന്ന താര? ഹലോ. താര നീ എന്താ ഒറ്റക്ക് നിക്കുന്ന? അല്ല, ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് എന്താ സമാധാനം കിട്ടിയത്, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. നൈസ് അല്ലേ ഇത്? അതെ, അവിടെ ഭയങ്കര ഒച്ചപ്പാടും അവിടെ ഭയങ്കര ഒച്ചപ്പാടും ഇതെല്ലാം. RCB ജയിച്ചോ? അല്ല, അവിടെ കത്തലുണ്ടാ? അതെ 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 അതെ. എല്ലാരും ഓരോ പ്ലേസിൽ നിൽക്കുമ്പോ കത്തലുണ്ട്. ആ മറ്റേ ഇവനുണ്ടല്ലോ അവിടെ ബാലൻ. ആരാ? എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. അവിടെ എവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ ഇരിക്കട്ടെ. നീ മൈൻഡ് ചെയ്യാൻ പോണ്ടേട്ടാ കേട്ടാ. കേട്ട്. ആ, ഞാനൊന്നും സംസാരിക്കാൻ പോകുന്നില്ല. അല്ല, ഒന്ന് നിന്റെ അടുത്ത് സംസാരിക്കാൻ വന്നാലോ? വന്നാൽ സംസാരിക്കും. RCB തൂക്കിയോ? അല്ലാണേ ഇല്ലാണോ ഇത്? എങ്ങനെ? അവൻ എന്റെ എനിമി ഒന്നും അല്ലല്ലോ. എനിമിയല്ല, പക്ഷെ എന്നാലും എക്സ് മാത്രല്ലേ. ആ, അതിനെന്താ? അല്ല എന്നാലും നീ മറ്റേ പെണ്ണുങ്ങളോട് പണ്ട് എങ്ങനെ അതിന് ബിഹേവ് എനിക്ക് ചെയ്തു? എക്സ് ഇല്ലല്ലോ. അല്ല, എക്സ് ആട്ടെ. നീ പ്രപ്പോസ് ചെയ്തില്ല ആരെയും ഇതുവരെ? എങ്ങനെ? നീ വേറെ പെണ്ണുങ്ങളോട് അയ്യോ, അല്ല, എനിക്ക് അതിന് എക്സ് ഇല്ലല്ലോ താര. എടാ എക്സ് ആയാലും എന്താ? നമ്മൾ എവിടെ നിന്നാലും അവിടെ ചന്ദ്രൻ ഉണ്ടാവൂലേ? അതെ അതെ. അതൊരു ഭയങ്കര സംഭവം. പക്ഷെ എനിക്ക് കാണുന്ന ഈ സൈഡിലുണ്ടല്ലേ. അവൻ മൊന്ന. അവൻ മൊണ്ണ ആര്? ബ്ലൂ ഞാൻ മൊണ്ണയൊന്നല്ല കേട്ടോ. ആരാ? ആർക്ക് ഇഷ്ടാന്ന് ബ്ലൂ? നിങ്ങക്ക് ബീരാൻകുട്ടീനെ ഇഷ്ടാ? I like Shamir. Shamir is nice. എന്റെ ഗേൾഫ്രണ്ടാ. ആരാ ഈ സംസാരിക്കുന്ന? കണ്ണട ഇട്ട ആളാണോ? അല്ല ബീരാൻ. ആ ഗേൾഫ്രണ്ടാന്ന് ബ്ലൂ. എടാ, ഓക്ക് എന്താ ബ്രോ? കന്നഡയിൽ ഒരു സാധനം പറഞ്ഞു, അത് പറഞ്ഞു കൊടുത്താൽ മതി. എന്താ കേട്ടില്ല? ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. ആ ಗೊತ್ತಿಲ್ಲ. എന്താ ശരിക്കും കേക്കണേ. ನಮ್ ನಿನ್ಮೇಲೆ അങ്ങനെ. ഓക്കെ ഓക്കെ. ನಿನ್ಮೇಲೆ ಜಾಸ್ತಿ ಪ್ರೀತಿ. ഞാൻ വിചാരിച്ചെന്തോ സീനാണ്. ഞാൻ നിന്നില് ജാസ്തി പ്രേമോ. എന്താ പറയണ്ടേ? ഞാൻ നിന്മേലെ ജാസ്തി പ്രീതിയോ? ഞാൻ താരൊന്നിങ്ങ വരുമോ? ഞാൻ നിന്മേലെ ജാസ്തി പ്രീതി. ഞാൻ നിന്മേലെ താര. ഓ പറ. നല്ല ക്ലൈമറ്റാ, നല്ല ഇതാണ്. കിസ് വഹിക്കാനൊന്നല്ല, വെറുതെ എനിക്ക് അങ്ങനൊന്നും വിചാരിക്കണ്ട. ഞാൻ അല്ല അതൊന്നല്ല, കിസ്സൊന്നല്ല ഞാൻ പറയും. ഞാൻ നിന്മേലെ ജാസ്തി പ്രീതി. ഐ നോ ദാറ്റ്. എനിക്കറിയാം. എനിക്കും നിന്മയിലെ ജാസ്തി പ്രീതി. അതെന്താ ഇത്? പ്രീതി ജാസ്തി പ്രീതിയോ? എനിക്ക് നിന്നോട് ഒരുപാട് എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമുണ്ടോ? എങ്ങനെ അറിയാ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നങ്ങനെ.
ആ ഓക്കെ ഇതിന്റെ അർത്ഥം എന്താ? അതാണ് അർത്ഥം. ഓ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണല്ലോ. ഓക്കെ ഉം. മനസ്സിലായി. ഒരു മിനിറ്റ്. ബട്ട് ഇത് കന്നഡ, തെലുഗു അല്ല. ആ നിക്ക്. അല്ല നിങ്ങക്ക് തെലുങ്ക് അറിയോ? അല്ല ആള് മാർക്ക്. എവിടെ പോയി? ഈ ബ്രോന് തെലുങ്ക് അറിയാം. ആർക്ക് നിങ്ങക്കറിയോ തെലുങ്കു? ഈ വെള്ള ഷർട്ട്. ആ ഓക്കെ എന്താ പേര്? ഞാൻ കൊത്തില്ല മകനെ. അല്ല ബ്രോന്റെ പേരെന്താ? വാൾട്ടർ. വാൾട്ടർ. ഓക്കെ വാൾട്ടർ, എനിക്കൊരു കാര്യം പറയാം. നീ ഞാൻ നിന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി. ഇനിയെങ്കിലും എനിക്കൊരു ചുംബനം തരുമോന്ന് കന്നഡയിൽ അല്ല തെലുങ്കുവിൽ പറയണം. ആ ഓക്കെ, ആരോടാ പറയണ്ടേ? എന്റെ ഗേൾഫ്രണ്ടിനോട്. ആ ബ്ലൂ പറ. മുട്ട തൈലം വാങ്ങിത്തെ ചോളി. ഹലോ പറ. ബ്രോ ഇവിടെ ബ്രോനെ ആരെടുത്തത് പറയണ്ടേ? കന്നഡ ട്രാൻസ്ലേറ്റർ. എനിക്ക് എന്റെ ഗേൾഫ്രണ്ടിന്റെ അടുത്താണ് പറയണ്ടത്. എനിക്ക് എന്റെ ഗേൾഫ്രണ്ടിന്റെ അടുത്താ പറയണ്ടേ. ഓക്കെ ബ്രോ പറഞ്ഞു ബ്രോ. അത് പറയേണ്ടത് എങ്ങനെയാ പറഞ്ഞ നേനു ശ്രദ്ധിച്ചോട്ടണം. നേനു ഓക്കെ. ആദ്യത്തെ നേനു. ഓക്കെ നേനു മിട്ടു ചാല ചാർലു. നേനു മിട്ടു ചാല ചാർലു. ചാല സാർലു. ഓക്കെ നേനു മിട്ടു ചാല പറഞ്ഞ ബ്ലൂന് അറിയാലോ. അതായത് എനിക്കൊരു ഉമ്മ വേണം. അത് ഓളടുത്ത് റൊമാൻറ്റിക് ആയിട്ട് പറഞ്ഞിട്ട് എനിക്കൊരു ഉമ്മ വാങ്ങണം. അല്ല ഈ ആംബിയൻസിൽ എന്തായാലും കിട്ടും. അത് ഇംഗ്ലീഷിൽ അങ്ങ് പറഞ്ഞാ പോലെ വാണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് കിട്ടുന്നില്ല. ഇംഗ്ലീഷ് പറഞ്ഞാൽ കിട്ടൂല. എങ്ങനെ? അതെ അത് ഇംഗ്ലീഷിൽ അത് പോയറ്റിക് ആയിട്ട് പറയണം. അത് ഇതായിട്ട് പറയണോ? കേൾക്കുമ്പോ തന്നെ എന്നാ പിന്നെ ഒന്ന് തന്നളയാന്നുള്ള ആ ഒരു സാധനം വരണം. മനസ്സിലായി ഇവന്? നിന്റെ പേരെന്താ? മനസ്സിലായി. പറ. You should say Muddu is a kiss in Telugu. Muddu. Naku okka muddu kavali. Okay. Naku mukka kavali muttu. Okay. No, mukka alla muddu. നിന്റെ നേനു വിട്ടു ചാർല പോയാ നീ. ഇതാ ഇവള് പറയുന്നതെന്ന് തോന്നുന്നു. അവന്റെ ഒരു ചാളിയും നെയ്മീനും. പറ. നീ എന്നാ റിപ്പീറ്റ് പറ. പറ. നാക്കു ഒരു നാക്കു ഒക്ക മുദ്ദു കാവാലി. നാക്കു മുക്കു ഒക്ക കോവാലി. നാക്കു ഒക്ക മുദ്ദു ഓക്കെ മുദ്ദു കാവാലി. ഓക്കെ നീ പറ. താര എവിടെ? നാക്കും മുത്തു. അല്ല മറന്നുപോയി. അതെ എന്റെ അപ്പാപ്പ എത്ര നാളായി കണ്ടിട്ട്. അപ്പപ്പ ഞാൻ കുറച്ച് ദിവസം ഇല്ലായിരുന്നു അപ്പപ്പ. എവിടെ കേക്കുന്നില്ല? ഹായ് മിസ്റ്റർ അപ്പാപ്പൻ. ഐ ആം താരാസ് ബോയ് ഫ്രണ്ട്. എവിടെയായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഹലോ പറഞ്ഞോ. അപ്പാപ്പ ഞാൻ ഇവിടെ ബോയ് ഫ്രണ്ട് ആട്ടാ. അല്ല അപ്പാപ്പൻ ഇല്ലായിരുന്നല്ലോ. ബോയ് ഫ്രണ്ടിന്റെ പേരെന്താ? എന്റെ പേര് ഷമീർ.
ഷമീർ ഓക്കെ ഈ MRSലെ അതെ ഷമീർ അതെ 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 ഓക്കെ 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 താര എന്റെ ഒരു വളരെ പഴയ ഒരു സുഹൃത്താണ്. സുഹൃത്ത് മാത്രമല്ല എന്റെ ഒരു കൊച്ചുമോള കുട്ടിയാണ്. ആ നിങ്ങള് എത്ര എത്ര കാലം പരിചയമുണ്ട്? താര ഇവിടെ സിറ്റിയിൽ വന്നപ്പോ തൊട്ട് ഞങ്ങൾ കാണാൻ തുടങ്ങിയത് അല്ലേ സാറേ? അതെ 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 ഓ അപ്പൊ അപ്പാപ്പന്റെ ഒരു കൊച്ചുമോളാ അല്ലേ? XMD-യുടെ ഡയറക്ടർ ആയിരുന്നു ആ സമയത്ത് അല്ലേ അല്ലേ സാറേ? അതെ 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 അപ്പ അതെ അതെ അതെ. അപ്പാപ്പനെ കുറിച്ച് ഞാൻ കുറെ പറഞ്ഞു. അല്ല അപ്പാപ്പനെ കുറിച്ച് കുറെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കാണണം എന്ന് ആഗ്രഹിച്ച് നടന്ന ഒരാളായിരുന്നു. ഇന്ന് അതിനൊരു അവസരം കിട്ടി. അതെയോ ഷമീർ നല്ലതാണല്ലോ എന്നെ പറ്റി കേട്ടതല്ലേ? നല്ലതല്ലേ ഉള്ളൂ, മോശം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇനി അറിയില്ല കേട്ടോ. കേക്കാൻ മോശമായിട്ട് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞു, ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ഇനിയുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റൂലല്ലോ, ജീവിതല്ലേ. അതെ 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 അതെ. ഇതുപോലെ ഇനി എന്നാ ഒരു എൻഗേജ്മെന്റ് ഒക്കെ നടത്തുന്നേ? എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് സമയമുണ്ട് അപ്പ. അല്ല ഒരു മിനിറ്റ്, അപ്പാപ്പനെ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് ഒന്ന് ഇങ്ങോട്ട് വരും. അപ്പാപ്പ താരം ഒരു മിനിറ്റ്. എന്റെ അപ്പാപ്പനോ? എന്റെ അപ്പാപ്പനോട് അപ്പാപ്പ അല്ല, ഞാനൊരു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പ്രായം വെച്ചോ അല്ലെങ്കിൽ ബഹുമാനം വെച്ചോ ഞാൻ അപ്പാപ്പനോട് ചോദിക്കേണ്ട കാര്യമല്ല ഇത്. പക്ഷെ എന്നാലും എൻ്റെ ഒരു അവസ്ഥ കൊണ്ട് ഞാൻ ഇത് ചോദിക്കുന്നു. വേറൊരു രീതിയിൽ അപ്പാപ്പൻ തെറ്റിദ്ധരിക്കുകയോ ഇതാക്കിയോ ചെയ്യരുത്. ഞാൻ എൻ്റെ ഒരു അവസ്ഥ കൊണ്ട് ഞാൻ ചോദിക്കുന്നു. അതായത് ഞാനും താരയായിട്ട് ഇപ്പൊ റിലേഷൻഷിപ്പായിട്ട് കുറച്ച് കാലങ്ങളായി. അപ്പൊ കൊറേ നാളായി ഞാനൊരു കിസ്സിന് വേണ്ടി ഇവരുടെ കൂടെ നടക്കുന്നു. മോനെ ഷമീറെ, അതൊരു കാര്യമുണ്ട്. നമ്മൾ ഈ കിസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരും നിർബന്ധിക്കാൻ പാടില്ല. ഒരു ആത്മാർത്ഥമായിട്ടുള്ള നിർബന്ധിക്കരുത്. അങ്ങനല്ലേ ഒരു അഡ്വൈസ് അല്ലേ? അഡ്വൈസ് ഇതൊക്കെ നമുക്ക് തേടി വരുന്ന സംഭവമാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ആ കുട്ടി അറിഞ്ഞു തന്നെ കാര്യങ്ങളായിരുന്നു. ഇതിപ്പോ നമ്മൾ പറയുന്നില്ലേ, ഒരു എൻഗേജ്മെന്റ് നടത്തുമ്പോ എന്തിനാ ഒരു മോതിരം മാറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ലാസ്റ്റില് ഒരു ചടങ്ങുണ്ട്, ഒരു കിസിന്റെ ഒരു ചടങ്ങുണ്ട്. അതെന്തിനാ വെച്ചേക്കുന്നത്? അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ട് അവരെ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു കഴിഞ്ഞെല്ലാം കൊണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ താര എന്ന് പറയുന്ന കുട്ടിക്ക് ശരിക്കും ഇച്ചിരൂടെ മെച്ചോർഡ് ആയിട്ടുള്ള കുട്ടിയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ഷമീറിന് കിസ് തരാൻ പറ്റാത്ത അങ്ങനത്തെ ഉള്ള രീതിയിലൊന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞു. ആ കുട്ടിക്ക് ഒരു ടൈം ഉണ്ടാവും. ആ ടൈം അനുസരിച്ച് സമയം ഉണ്ടാവും. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമില്ല. അതെ 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 അതെ. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, അപ്പാപ്പന്റെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല, ഞാൻ ഇവിടെ ക്ലോണിക് ബാച്ചിലറാണ്. ഞാൻ അങ്ങനെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ എനിക്കിവിടെ ഒത്തിരി കുട്ടികളുണ്ട്. ഞാൻ ഇങ്ങനെ എടുത്തു വളർത്തുന്ന കുറെ കുട്ടികളുണ്ട്. കുറച്ച് കാലങ്ങളായി ഇങ്ങനെ നടക്കുകയാണ്. നിങ്ങളുടെ അപ്പാപ്പനോടൊക്കെ ചോദിച്ചാൽ, നിങ്ങളുടെ അവിടുത്തെ അപ്പാപ്പനോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയൊക്കെയാണ്. ഞാൻ നേരത്തെ പട്ടാളത്തിലായിരുന്നു. പട്ടാളത്തിൽ നിന്ന് പിന്നെ റിട്ടയർഡ് ആയിട്ട് പിന്നെ അവിടുന്ന് ഇവിടെ വന്നപ്പം നമ്മൾ ഇതിന്റെ XMD-യുടെ ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചു. ഇപ്പം റിട്ടയർമെന്റിലാണ്. റിട്ടയർമെന്റ് ഉണ്ട്. പിന്നെ XMD-യുടെ ഇപ്പം നമ്മുടെ ഒരു ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഒരു ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുത്തേക്കും. അതേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ കൊളീഗ്സ് ഉണ്ട്, നമ്മുടെ ടീംസ് എല്ലാം അത് നല്ല ഭംഗിയായിട്ട് നടത്തുന്നു. അപ്പൊ ഞാൻ എനിക്ക് താങ്ക് യു ഫോർ ദ വാല്യുബിൾ ഇൻസ്ട്രക്ഷൻസ് അപ്പാപ്പ. അപ്പൊ ഇത് ഒരു ഉമ്മയ്ക്ക് വേണ്ടി ഒന്നും പറയുന്ന അല്ല, ഉമ്മക്ക് വേണ്ടിട്ട് എന്നല്ല ഞാൻ. അതായത് ഞാൻ സാധാരണ ഞാൻ എന്റെ പോയിന്റ് ഞാൻ ക്ലിയർ ആക്കാം അപ്പാപ്പനോട്. അതായത് എന്റെ കൂടെ പ്രണയിച്ച് നടന്നവരും അതിന് ശേഷം പ്രണയിച്ചവരെല്ലാം ഈ പറഞ്ഞ പോലെ ഓരോന്നും ചെയ്യുമ്പോ നമുക്കൊരു മനസ്സിലായോ? അപ്പാപ്പന് അറിയണ്ടാവുമല്ലോ, ഈ പ്രായം കഴിഞ്ഞ് വന്ന ആൾക്കാരല്ലേ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്കൊരു തോന്നലുണ്ടാവുമല്ലോ ഉള്ളില്. അതായത് നമ്മളെ കഴിഞ്ഞിട്ട് വന്നവരൊക്കെ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിലല്ല, ആ കുട്ടിക്ക് ഷമീർ ഒരു നല്ല രീതിയിൽ കെയറിങ് കൊടുക്കുക, നല്ല രീതിയിൽ കെയർ കൊടുക്കുക. അപ്പം ഷമീറിന് ആ കുട്ടി തന്നെ വിചാരിക്കും, ഓക്കെ എനിക്ക് തരുന്ന കുറച്ച്
കാര്യങ്ങൾ പുള്ളി കെയറിങ് അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, എന്റെ കാര്യങ്ങൾ സ്നേഹിക്കുക അല്ലെ, കൂടുതൽ സ്നേഹിക്കുക. ആ സ്നേഹിക്കുക. ഓക്കെ, മനസ്സിലായി വേദനിപ്പിക്കാതെ സ്നേഹിക്കുക. അപ്പൊ അതിനുശേഷം കാര്യം ഓക്കെയാണ്. മനസ്സിലായി. താങ്ക് യു പാപ്പ, താങ്ക് യു ഫോർ ദ അഡ്വൈസ്. ഓക്കെ ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ഹാവ് എ നൈസ് ഡേ. ഓക്കെ. അല്ല അപ്പൊ ഞാൻ ഡയലോഗ് പറയണ്ടേ? ഇതേടെ മറ്റേ ഇവനല്ലേടെ ബ്ലൂ 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 ഹരിയോ വാ 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 ഇങ്ങോട്ട് വാ. ഹരിയോ ഒന്നുകൂടി പറഞ്ഞേ. കിസ് വേണ്ട കേട്ടോ, കിസ് വേണ്ട. അതായത് ഞാൻ ഓളെ കൂടുതൽ സ്നേഹിക്കുന്നു നോക്ക് തോന്നിയാ മതി, മനസ്സിലായോ? വാട്ട് ഈസ് സ്നേഹിക്കുന്നു? അതെ, ഞാൻ അവളെ കൂടുതൽ സ്നേഹിക്കുന്നു അവക്ക് തോന്നിയാ മതി. Oh, she's saying he wants to make her think that he likes Yes, that is wonderful. Oh, but you already like her, right? എങ്ങനെ? നിനക്ക് അവൾ ഓൾറെഡി ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. അത് ഒന്ന് തെലുങ്കിൽ ഓള ഭാഷയെ പറയുമ്പോ അത് കുറച്ചും കൂടി സ്നേഹം കൂടുമല്ലോ. ആ ഓക്കെ ഓക്കെ, ഞാൻ പറയാ വെച്ച. ഓക്കെ నువ్వు అంటే నాకు ఇష్టం. ఓకే ఓకే. నువ్వంటే నాకు താരാ താരാ ദാ മുന്നേ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ. ദാ പ്രാക്ടീസ് ചെയ്താ నువ్వంటే പിന്നെന്താ? എനിക്ക് ഇത്രയും സമയം ഓർമ്മ ഉണ്ടായിരുന്നു. പിന്നെന്താ നീ ഓടിപ്പോയി? నువ్వంటే నాకు ఇష్టం. నువ్వంటే నాకు ఇష్టം അല്ല അപ്പ പിന്നെ പറ. నువ్వంటే నాకు ఇష్టం. ഓക്കെ കിട്ടി കിട്ടി. నువ్వంటే నాకు ఇష్టం. കിട്ടി കിട്ടി. അല്ലേ പോ 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 പോ. താര ഫ്രീ ആണോ? ഷമി വാ വാ ഇങ്ങോട്ട്. തിരക്കൊക്കെ കഴിയുമ്പോ വിളിച്ചാ മതി, ഞാൻ പോടും. നീ പോലെ ഞാൻ പോടും. പോവല്ലേ വാങ്ങിക്കോട്ടെ. Yes. ആ മുടി കിട്ടിയതിന്റെ അഹങ്കാരമാണ്. അല്ലേ അലക്സ് is the waiter here. ബർത്ത്ഡേ മാത്രമല്ല കൂടെ ഫ്രണ്ട് നല്ലതുപോലെ കുലുക്കി ഒരെണ്ണം കൊടുക്കുവാനെ. ടക്കായി എവിടെ? ഞാൻ മുതുക്ക് ആടെ ഭയങ്കര കത്തലാന്ന്. ഞാൻ വരുന്നു അങ്ങോട്ടേക്ക് വരുന്നു. ഭരത് ഓ പറഞ്ഞു തരാം. ഈ ഈവന്റ് ഓർഗനൈസ് ചെയ്ത